യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്തു ഉച്ചരിച്ച ചില നല്ല വാക്കുകൾ, അർത്ഥപൂരിതമായ വാക്കുകൾ, അനുഗ്രഹമുള്ള വാക്കുകൾ, അത്ഭുതം ചൊരിയുന്ന വാക്കുകൾ അതേ അർത്ഥത്തിൽ തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയൊരു വാക്കാണ് നാം ഇന്ന് ശ്രവിക്കുന്നത്. എഫാത്ത, തുറക്കപ്പെടട്ടെ. തുറവിയുള്ള മനുഷ്യനാകുവാൻ ഒരു വിളി. വളരെ വേദനാജനകമായൊരു സാഹചര്യത്തിലൂടെ ഒരു മനുഷ്യൻ കടന്നു പോകുകയാണ്. തൻ്റെ അഭിപ്രായങ്ങളൊന്ന് ഉരിയാടാനോ മറ്റുള്ളവർ പറയുന്നതൊന്ന് കേൾക്കുവാനോ സാധിക്കാത്ത വിധത്തിൽ അടഞ്ഞുപോയ അധരങ്ങളും അതുപോലെ തന്നെ കർണപുടങ്ങളും. ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ആരുടെയെങ്കിലുമൊക്കെ ഇടപെടലില്ലാതെ ഒന്നും സംഭവിക്കുകയുമില്ല. തൻ്റെ ആഗ്രഹങ്ങളൊന്ന് പ്രകടിപ്പിക്കുവാനോ പങ്കുവെക്കുവാനോ പലപ്പോഴും മറ്റുള്ളവരുടെ സഹായം വേണ്ടി വരുന്ന സാഹചര്യങ്ങൾ കൂടിയുണ്ട്. വിശുദ്ധ ഗ്രന്ഥം അങ്ങനെ തന്നെ അത് രൂപപ്പെടുത്തുകയാണ്. ചിലർ ചേർന്ന് അവനെ ക്രിസ്തുവിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നുണ്ട്. മനുഷ്യർ കൂടി നിൽക്കുന്നിടങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കുന്നത് അത്ര ശുഭകരമല്ല. പലപ്പോഴും ഒരു വ്യക്തിയുടെ ജീവിതത്തെയും അതിൻ്റെ നന്മകളെയും അവന് ബോധ്യപ്പെടുത്തുവാൻ മാത്രം ക്രിസ്തു ആഗ്രഹിക്കുകയും ചെയ്യാറുണ്ട്. ഏത് അത്ഭുതങ്ങൾക്ക് ശേഷവും അവൻ്റെ ഒരു പറച്ചിലും അങ്ങനെയാണ്: ഇതാരോടും പറയരുത്. വെറും വാക്കുകൾ കൊണ്ടല്ല ജീവിത സാക്ഷ്യങ്ങൾ ഉരുത്തിരിയേണ്ടത്, അത് ജീവിത പ്രവർത്തികൾ തന്നെ ഒരു സാക്ഷ്യമായി രൂപപ്പെടണം എന്ന് ക്രിസ്തു ശഠിക്കുകയും ചെയ്യുന്നുണ്ട്. മനുഷ്യരുടെ പ്രശംസകൾ ആഗ്രഹിക്കാത്തവനാണ് ക്രിസ്തു. താൻ ചെയ്യുന്നത് മറ്റുള്ളവർ അംഗീകരിക്കുകയും ആദരിക്കുകയും കൈയടിക്കുകയും ചെയ്യണമെന്ന് ഇഷ്ടപ്പെടാത്തവൻ്റെ പേരാണ് ക്രിസ്തു. ജനക്കൂട്ടത്തിൻ്റെ ശബ്ദായമാനമായ സാഹചര്യങ്ങളിൽ നിന്നും ശാന്തമായ ഇടങ്ങളിലേക്ക് ക്രിസ്തു കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് ആ മനുഷ്യനെ. കാരണം ഇനി അവൻ്റെ തുറവികൾ പുതിയ സ്വരത്തോടും പുതിയൊരനുഭവത്തോടും പുതിയൊരു അനുഗ്രഹത്തോടും കൂടി ആവണമെന്ന് ക്രിസ്തു ആഗ്രഹിക്കുന്നു. കേട്ടു തുടങ്ങേണ്ടത് ക്രിസ്തുവിൻ്റെ സ്വരവും അനുഭവിച്ചറിയേണ്ടത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യവും അവൻ തൊട്ടറിയേണ്ടത് ക്രിസ്തുവിൻ്റെ സ്പർശനവുമാകുന്നു എന്നത് തന്നെ. അവിടെയാണൊരു മനുഷ്യൻ പുതിയ മനുഷ്യനായി രൂപപ്പെടുന്നത്. ഇനി അവന് ജീവിത സാഹചര്യങ്ങളിൽ പഴയതുപോലെയൊക്കെ ഇടപെടാം, മനുഷ്യരോട് സമ്പാദിക്കാം, മനുഷ്യർ പറയുന്നത് കേൾക്കാം. അങ്ങനെ ഒരു സാധാരണ ജീവിത രീതികളിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ സാധ്യമാകുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെയൊക്കെ ഒരു വിളി അതുതന്നെയാണ്. സാധിക്കുന്നിടത്തോളം മറ്റുള്ളവരുടെ വേദനകളെ ഉൾക്കൊള്ളുവാനും അത് ക്രിസ്തുവിൻ്റെ സവിധത്തിൽ സമർപ്പിക്കുവാൻ ഒരു പ്രാപ്തി ഉണ്ടാവട്ടെ. പ്രാർത്ഥിക്കുന്നുവെന്ന് പറയുക മാത്രമല്ലല്ലോ, അതൊരു പ്രവൃത്തി കൂടിയാവട്ടെ എന്ന് നമുക്കും പരിശ്രമിക്കാം. വേദനകൾ കണ്ട് തിരികെ പോകുന്നവരല്ല, ഒരു ശമരിയാക്കാരനെ പോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുവാൻ, അനുഗ്രഹമാകുവാൻ, അത്താണിയാകുവാൻ നമുക്കും സാധ്യമാകട്ടെ. ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ നാം കാരണം മറ്റുള്ളവർക്ക് നിഷേധിക്കപ്പെടാൻ കാരണമാവരുത്. അത് സാധ്യമാക്കുന്ന രീതിയിൽ തുറവികളിലേക്ക് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇനി എന്താണ് അവൻ ചെയ്യുന്നത്? വിരലുകൾ ചെവിയിലിടുകയും തുപ്പലുകൊണ്ട് അവൻ്റെ ആ അടഞ്ഞുപോയ അധരങ്ങളെ തുറക്കുകയും ചെയ്യുന്നുണ്ട്. കേൾക്കുമ്പോൾ നമുക്കൊരല്പം അതിശയം തോന്നിയേക്കാം, പക്ഷെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും സജീവമായ സാന്നിധ്യമാണ്. ഇന്നും വചനം കൊണ്ട് കാതുകളെ അനുഗ്രഹിക്കുകയും തിരുവോസ്തി കൊണ്ട് നമ്മുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യം വീണ്ടും ഒരു തുറവിക്ക് കാരണമാവുകയല്ലേ? ഇനി അയക്കപ്പെട്ട മനുഷ്യരായി നമ്മൾ രൂപപ്പെടേണ്ടിയിരിക്കുന്നു. വാക്കുകൾ കൊണ്ട് സാക്ഷ്യം പറഞ്ഞ് നമ്മുടെ കടമ പൂർത്തീകരിക്കുകയല്ല, ജീവിത കർമ്മങ്ങളിലും പ്രവൃത്തികളിലും അറിഞ്ഞു കിട്ടിയ അനുഭവങ്ങൾക്കും അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരെ പോലെ ജീവിക്കുവാൻ ഇനി പ്രാപ്തി ഉണ്ടാവട്ടെ. ഇനി ജീവിതം ഒരു സാക്ഷ്യമായി തീരേണ്ടിയിരിക്കുന്നു. ഇനി കേട്ടു തുടങ്ങിയതും അനുഭവിച്ചു തുടങ്ങിയതും അറിഞ്ഞു തുടങ്ങിയതുമായ ദൈവകൃപകൾക്കെന്നും കൃതജ്ഞതയുള്ള വ്യക്തിത്വമായി മാറപ്പെടേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ തുറവിയുള്ള മനുഷ്യനാവുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. നമ്മളിലേക്ക് മാത്രം ചുരുങ്ങി ആരുമായി സമ്പർക്കങ്ങളില്ലാതെ പോകുന്നിടങ്ങൾ എത്ര വേദനാജനകമാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ സ്പർശനം ഒരു മനുഷ്യനെ പുതിയ ജീവനിലേക്കും പ്രകാശത്തിലേക്കും ഒക്കെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇനി അവന് സമ്പാദിക്കാം, സംസാരിക്കാം, അവന് മറ്റുള്ളവരെ കേൾക്കാം, അവരോടൊപ്പം തൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പങ്കുവെക്കാം. അങ്ങനെയൊരു നല്ല മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങൾ ചേർന്ന് കിട്ടുമ്പോൾ അതൊരു കൃതജ്ഞതയുടെ പ്രകാശനമായി രൂപപ്പെടട്ടെ. ആകുന്നിടങ്ങളിലും എത്തുന്നിടങ്ങളിലുമൊക്കെ അനുഭവിച്ച് കിട്ടിയ ആ വലിയ കൃപകൾ ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, പങ്കുവെക്കുവാനുള്ള പ്രാപ്തി ഉണ്ടാവട്ടെ. എഫാത്ത, തുറവിയുള്ള മനുഷ്യനാവുക. എല്ലാവരോടും എന്തിനോടും ദൈവത്തോട് പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയവും മനസ്സും തുറക്കാൻ സാധ്യമാവട്ടെ. ഓരോ ദിവ്യബലികളിലും നമുക്ക് കിട്ടുന്ന ഈ തുറവികൾ അവൻ്റെ വചനത്താൽ തുറക്കപ്പെടുന്ന കർണപുടങ്ങളും
അവൻ്റെ ശരീരത്താൽ തുറക്കപ്പെടുന്ന അധരങ്ങളുമൊക്കെ ഒരു പുതിയ മനുഷ്യനായി നമ്മളെ രൂപപ്പെടുത്തട്ടെ. അത് ജീവിതം കൊണ്ട് സാക്ഷി പറയുവാൻ പ്രാപ്തിയുള്ളവരാക്കി തീർക്കുകയും ചെയ്യട്ടെ. അങ്ങനെ തുറവിയുള്ള മനുഷ്യരാകുവാൻ നാമും വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ ഈ വചനം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.